ഹലോ, എഴുതുന്ന കോഡുകൾ ആമസോണിന്റെ വലിയ സിസ്റ്റങ്ങളെ പോലും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AI നിർമ്മിക്കുന്ന ഓരോ വരി കോഡും ഒരു സീനിയർ എഞ്ചിനീയർ കണ്ട് ബോധ്യപ്പെടാതെ ഇനി സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല എന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്കാണ് ആമസോൺ ഇപ്പോൾ പോയിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അവർ തങ്ങളുടെ 80% എഞ്ചിനീയർമാരോടും കിറോ എന്ന ആമസോണിന്റെ സ്വന്തം AI കോഡിംഗ് ടൂൾ യൂസ് ചെയ്യാൻ പറയുന്നത്. അത് നിർബന്ധമാക്കിയിരുന്നു. പക്ഷെ ശരിയായ മേൽനോട്ടം ഇല്ലാത്തത് കൊണ്ട് ഈ AI വലിയ മണ്ടത്തരങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. ഇപ്പോൾ 2025 ഡിസംബറിൽ ആമസോണിന്റെ AWS പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് മൊത്തമായി ഡിലീറ്റ് ചെയ്ത് ഇത് വീണ്ടും റീബിൽഡ് ചെയ്തു. അപ്പോൾ 13 മണിക്കൂറാണ് അന്ന് ആമസോൺ സിസ്റ്റം ഓഫ് ആയത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ആമസോണിൽ ഇതേ പ്രശ്നം ആവർത്തിച്ചു. 6 മണിക്കൂറോളമാണ് ആമസോൺ വെബ്സൈറ്റ് ഡൗൺ ആയത്. അപ്പോൾ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാനോ ലോഗിൻ ചെയ്യാനോ കഴിഞ്ഞില്ല. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ആമസോണിന് ഇതിലൂടെ ഉണ്ടായത്. ഒടുവിൽ ആമസോണിലെ ടോപ്പ് എഞ്ചിനീയർമാർ മീറ്റിംഗ് കൂടുകയും അടുത്തിടെ ഉണ്ടായ വലിയ തകരാറുകൾക്കെല്ലാം കാരണം ഈ കൃത്യമായ പരിശോധനയില്ലാതെ AI എഴുതിയ വൈറ്റ് കോഡഡ് കോഡുകൾ പുഷ് ചെയ്തതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇനി മുതൽ ഒരു ജൂനിയർ എഞ്ചിനീയർ AI വഴി കോഡ് ഉണ്ടാക്കിയാൽ ഒരു സീനിയർ എഞ്ചിനീയറുടെ ഒപ്പില്ലാതെ മേൽനോട്ടമില്ലാതെ അത് ലൈവ് ആക്കാൻ കഴിയില്ല. അപ്പോൾ ആമസോൺ പോലുള്ള ഒരു കമ്പനിയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റ് ചെറിയ കമ്പനികളുടെ അവസ്ഥ എന്തായിരിക്കും? വെറുതെ കണ്ണും പൂട്ടി AI കോഡുകൾ ഉപയോഗിച്ച പണിപാളും എന്നത് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫോർ മോർ AI റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഫോളോ മീ ആൻഡ് സാടെക് ലാബ്.